എവിടെ നിന്നാലും പിടിക്കാൻ പാടില്ല. പിടിച്ചാടെ കറക്റ്റ് ക്യാമറയിൽ കാണും. ഈ ആള് മറ്റാളെ ടച്ച് ചെയ്താലും ഫോളോ ആട്ടോ. കൈ വെച്ചാണ്ട് നിങ്ങൾ ബാലൻസ് ആക്കണ്ട. ഇതിമേലിപ്പം രണ്ടാമത്തെ ഗെയിമാണ് നടത്താൻ പോണത്. ഈ ഒരു ഗെയിം കൂടി കഴിഞ്ഞാൽ ഇത് കഴിച്ചു നോക്കും. ചെരുപ്പ് ഊരിയാണ്ട് ഇതിമേൽ കയറി നിൽക്കുക. ഇവിടെ പിടിക്കാൻ പാടില്ല. പിടിക്കാതെ ബാലൻസ് ചെയ്ത് നിൽക്കുക. അതായത് ഇവിടുന്ന് കേറുമ്പോ രണ്ട് തലയും പിടിച്ചാണ്ട് ഞാൻ വിസിലടിക്കുമ്പോ കൈ വിടുക. ഒന്നുകിൽ കൈ കെട്ടുക, കൈ കെട്ടുക. പക്ഷെ ഇവിടെ തട്ടിക്കുകയാണെങ്കിൽ ഫൗളാണ്. എത്രത്തോളം ബാലൻസ് ചെയ്ത് നിൽക്കുക, ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളാണ് ഇതിന്ന് വിജയമായിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ ഇവിടെ എത്ര ആളുണ്ട്? 5 റൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 റൗണ്ടിൽ നിന്ന് ഒരാളുകളെ കിട്ടും. ഓൽക്ക് വെച്ച് ലാസ്റ്റ് ഒരു ഫൈനൽ. ആ ഫൈനലിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു 5 ആളെ തെരഞ്ഞെടുത്തൊരു ഫൈനൽ വെക്കാണല്ലോ. ആ ഫൈനലിൽ ഒരു 3 ആളെ തെരഞ്ഞെടുത്ത് വിജയമായിട്ട് കളി. ഇത്രയോളം കളി. വരി എവിടെ നിന്നാലും പിടിക്കാൻ പാടില്ല. പിടിച്ചാടെ കറക്റ്റ് ക്യാമറയിൽ കാണും. ഓക്കെ, ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും ഈ ആള് മറ്റാളെ ടച്ച് ചെയ്താലും ഫോളോ ആട്ടോ. ഇനി പോലെ റെഡി 1 2 കേട്ടി. പോണ്ട് ഇഞ്ഞു അളകുണ്ടെന്ന് പറഞ്ഞത്. അളക്കുണ്ടാ നിങ്ങള് കളിച്ചാണുള്ളതല്ലേ. ഒന്ന് കഴിച്ചേട്ടിയാണ്. അപ്പൊ ഈ ഒരു ഗെയിം നമ്മള് ആദ്യം 5 ആൾക്ക് അവസരം കൊടുത്തിരുന്നത്. 5 ആളായപ്പോ എന്താ പറയാ, ഒരാളത്ത് ബാലൻസ് തെറ്റും, മറ്റേ ആളത്ത് ഫുള്ള് ബാലൻസ് തെറ്റുണ്ട്. അപ്പൊ ഈ ഒരു റൗണ്ട് ഇതില് ഈ നമ്മൾ 5 ആളത്തുള്ളത് 3 ആളതാക്കി. 3 ആൾ തന്നെ ആക്കിയോ. ഓരോരുത്തർക്ക് ഓരോ കട്ടിങ് ഓരോരുത്തർക്ക് ആക്കി. അപ്പൊ എന്തായാലും ഇനി ഒരാളത്ത് ബാലൻസ് തെറ്റിയാലും മറ്റേ ആൾക്ക് ബാലൻസ് തെറ്റൂല. അപ്പൊ ഈ ഒരു കളി നമ്മള് അയച്ചിങ് തുടങ്ങാണ്. ഓക്കെ, റെഡി അല്ലേ? കാലിന്റെ 10 2 മുന്നിൽ ആക്കാം. ഈ കാല് ലെസൺ. ഓക്കെ റെഡി 1 2 വാ. നിങ്ങൾ മറ്റേ അയിമേല് ഇത് കൊടുക്കത്തിട്ടോ. ആ ഒരു കാലുമേൽ ഇത് കൊടുക്കരുത്. ഓക്കെ റെഡി. കേറി അടുത്താള് ഒന്നാരാ ഞാൻ മുന്നിക്ക് കാലിച്ചിട്ടോ. ഓക്കെ റെഡി അല്ലേ? റെഡി 1 2 ഇറങ്ങിയോളാം. ഇറങ്ങിയാളി ഇതിൽ അലിക്കാ കേട്ടോ. ഒരെണ്ണാള് ഫൗൾ ഔട്ടായി പോയി. ഞാൻ അടുത്താള് വരും. ഇത് 3ാമത്തെ അല്ലേ? റെഡി 1 2 അവിടെ കൈ പിടിച്ചെന്നോ. എന്നിട്ട് ഞാൻ പറയുമ്പോ വിട്ടാ മതി. കൈ പിടിച്ചിക്ക് ആദ്യം കൈ പിടിച്ചിക്ക്. ഓക്കെ അല്ലേ? കാല് നേരാക്കിയേക്കണോ? കാല് ഇങ്ങോട്ട് തിരിച്ചേക്കണോ? ഈ കാല് ഓക്കെ റെഡി അല്ലേ? റെഡി 1 2 ഓടി കൈ ഓക്കെ ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. കാലടുപ്പിച്ചേക്കണം. അങ്ങനെ വെക്കണം. ഓക്കെ കാല് തിരിക്കണം. കാലിന് 10 ഇങ്ങനെ നേരെ അങ്ങനെ അങ്ങനെ കുറച്ച് അടുപ്പിച്ചാണ്. ഓക്കെ റെഡി അല്ലേ? കാല് ഈ ഇതിമേലെ തട്ടിയാ ഈ കാലിന് വരലിട്ട് ഫോളോ ആട്ടോ. കൈ കെട്ടാനും പറ്റില്ല, ഫൗളാണ്. പിടിക്കാതെ നിൽക്കണം. ലാസ്റ്റ് വരെ നിൽക്കണ ആള്. റെഡി 1 2 അമിതാക്ക ഫോളാട്ടോ. ജില്ലാക്കി ഈ കളിയിൽ ജില്ലാക്കാട്ടോ. ഓക്കെ ഇത് അഞ്ചാമത്തെ റോഡ് മത്സരം കേട്ടോ. ഓക്കെ റെഡി അല്ലേ? ഓക്കെ റെഡി
1 2 കൈ വെക്കുക ആദ്യം. ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി. ഓക്കെ റെഡി 1 2 കൈ വെച്ചാണ്ട് നിങ്ങൾ ബാലൻസ് ആക്കണ്ട. കൈ വെച്ചാണ്ട് നിങ്ങൾ ബാലൻസ് ആക്കണ്ട. ഇതിൽ ഇവനട്ടോ. ഓക്കെ 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 ഇനി ആറാമത്തെ നമുക്ക് അങ്ങനത്താണ് കിട്ടേണ്ടത്. നിങ്ങൾ ഡ്രൈവ് ചെയ്ത മാതിരി. ഓക്കെ ഇനി അടുത്ത 3 ആൾ കേട്ടോ. ഓക്കെ ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി കേട്ടോ. ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി. ഓക്കെ അല്ലേ? വരല് നിങ്ങള് കാല് തിരിക്കാനില്ല. ഓക്കെ അങ്ങനെ വെക്കണം. കാലിങ്ങനെ വെക്കണം. തിരിച്ചേക്കണം. കാലിങ്ങനെ വെക്കി. പിന്നെ ഇത് എങ്ങനെ തിരിയണ്? അങ്ങനെ തിരിയാൻ പാടില്ല. ഓക്കെ റെഡി 1 2 അല്ല കൈ വെക്കണം. ഞാൻ പറയുമ്പോ വിസിലടിക്കുമ്പോ എടുക്കാൻ പാടുള്ളൂ. അതാണ് വേണ്ടത്. അത് ഓക്കെ ഓക്കെ ഞാൻ വിസിലടിക്കുമ്പോ കൈ എടുക്കാൻ പാടുള്ളൂ. റെഡി 1 2 ഓക്കെ ഇല്ലല്ലേ അപ്പൊ റിയാസ് പോയില്ലോ. ഓക്കെ ഇതില് ഇവന് ഇനി അടുത്താരാ? മുസാഖേ കേറോ ജസ്റ്റ് കേറോ. ഇനി ക്യാമറ പിടിക്കേണ്ട ആൾക്കാർ അവസരം കൊടുക്കാം. ഓക്കെ ഇവിടെ പിടിച്ചാൽ മതി. ഓക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ സമയം എത്രയാണല്ലേ? ഓക്കെ 12. അപ്പൊ ഇത് 3ാമത്തെ റൗണ്ട് കേട്ടോ. എന്റെ പേരെന്തിനി? അല്ല 3 അല്ല 6 ഏറ്റായിട്ട് ഇതില് ജയിച്ചവരോടെ മാറ്റി നിർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് റൗണ്ട് കൂടും. എന്ത് വൈശാഖ് കോയ മുസാഖ. അപ്പൊ ഇത് തുടങ്ങാം കേട്ടോ. ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി കേട്ടോ. റെഡി? ഓക്കെ തുണി നോക്കിയാ കാലിന്റെ ഫ്രണ്ട് ഉണ്ടാക്ക്. കാലിന്റെ പത്തി ഉണ്ടാക്ക്. കാലിന് പത്തി ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ റെഡി 1 2 മുസാഖ കിട്ടോ മാറി കിട്ടും ഇറക്കാം. ഇതില് വൈശാഖാട്ടോ. ഇനി അടുത്ത റൗണ്ട് വരാ. ഇനി സിദ്ധിയെ ഇനി കളി ആളെ കഴിഞ്ഞോ? ആരൊക്കെയാണ് ഇനി? അപ്പൊ തുടങ്ങാട്ടോ. ജയിച്ചോലെ വെച്ചിട്ടുള്ള അടുത്ത റൗണ്ട് മത്സരമാണ്. ഓക്കെ ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി കേട്ടോ. റെഡി 1 2 ആരാ ഇതില് വീടേ? ഇതിലാരാ വീടേ? വൈച്ചല്ല ഇത് ക്യാമറയിൽ ഞാൻ കറക്റ്റ് പിടിക്കും. ഒന്ന് കട്ട് ചെയ്ത ക്യാമറ. 1 2 ഓക്കെ അപ്പൊ കഴിഞ്ഞ റൗണ്ട് നമ്മൾ സിദ്ദീഖ് ആ തലക്കലുള്ള ആളാട്ടോ. നമ്മള് സ്ലോ മോഷനിൽ നോക്കിയപ്പോ കിട്ടിയത്. ഇനി അടുത്ത ജയിച്ചാരാ? വരും കയറി. അപ്പൊ റെഡി ഞാൻ പറയുമ്പോ കൈ എടുത്താൽ മതി. റെഡി 1 2 വാ ജെല്ലാക്ക് ഔട്ടായി. ഓക്കെ വൈശാഖ നല്ലോണം പിടിച്ചിട്ട് കേട്ടോ. ഓക്കെ വാ കാലിന്റെ പത്തി മുന്നിക്ക് വെക്കണം എന്ന് പറഞ്ഞാട്ടോ അതെ. ഓക്കെ കളി ഓരോ ഒച്ചപ്പാടും ചേരി രസം ചേട്ടോ. ഒന്ന് മുണ്ടിയാണ് ഒന്ന് കയറിച്ചു. വേണ്ട നമുക്ക് കളി ഇനിയിപ്പോ കഴിഞ്ഞ കളി ജയിച്ചാരാണ്. കാലുകൾ വറക്കണ നോക്കിയാ. ഓക്കെ റെഡി. അങ്ങനെ വിട്ടാ പറ്റില്ല. എന്തായാലും പുകാക്കൂലല്ലോ ഒന്ന്. ഇപ്പൊ ബല കൈയടിച്ച് തള്ളിയിടണല്ലോ നമ്മളെന്നാല്. മറ്റേ കാല് വറക്കണേണ്ടില്ലേ? ഓക്കെ ഇതാണ് ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ടത്. ഓക്കെ റെഡി ഇല്ല കിട്ടും ഇവിടെ കിട്ടും. കിട്ടി ഓക്കെ
അപ്പൊ ഇനി ഫൈനൽ മത്സരാട്ടോ. ആ ഫൈനൽ മത്സരം. ഓക്കെ ഉറപ്പിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. കാല് ഫ്രണ്ട് കാക്കണേ, കാലിന്റെ പത്തി ഫ്രണ്ട് കാക്കണേ. തുടങ്ങട്ടോ. റെഡി 1 2. ഫൈനൽ മത്സരാട്ടത്. ഓക്കെ, കാലിന്റെ പത്തി സൈഡിക്ക് കേറിയാൽ ഇനി ഫോളാട്ടോ. ഓക്കെ, വാ 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 വാ. സിദ്ദീഖ് ഔട്ടായി, സിദ്ദീഖ് ഔട്ടായി. വാ വാ വാ. ഇത് വാപ്പുട്ടിക്കുണ്ട് കേട്ടോ. വാ വാപ്പുട്ടി, കാല് ചെരിക്കരുത്, കാല് ചെരിക്കരുത്, നേരാക്കണേ. ഓക്കെ ഓക്കെ, കഴിഞ്ഞിട്ടില്ല ഓന്റെ ബാലൻസ്. ഓക്കെ, മത്സരം ഇവിടെ തീർന്നു. ഫൈനലില് നമ്മള് സിദ്ദീഖ് ബാബു, അഫ്സൽ മാഷ്, അല്ല പിന്നെ ആഷിഫ് അലി മാഷ്, ഓന്റെ പേരെന്തേനി, മറ്റേ റിയാസ് മാഷ്. ആ, ഈ ഒരു കളിയില് തേർഡ് പ്രൈസ് നമ്മളെ സിദ്ദീഖ് ബാബു ആണ്. സിദ്ദീഖ് ബാബുനുള്ള ചെറിയൊരു ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ന് മത്സരിക്കാൻ വേണ്ടി എത്തിയ ഒരു പുതിയ ഒരാളാണ്. ഇങ്ങോട്ട് വരും, ഇതാണ് ക്യാമറ. പുതിയ ഒരാളാണ്. അപ്പൊ മൂപ്പരെ കൊണ്ടാണ് സിദ്ദീഖ് ബാബുനുള്ള ചെറിയൊരു ക്യാഷ് പ്രൈസ്. ഈ കളിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞിട്ടോ. ഇത് നോക്കൗട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ ഫൈനലിൽ എത്തുന്നത്. പക്ഷെ ഈ കളിക്കൊരു ടൈം ലിമിറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ, ടൈമിങ് വെക്കുകയാണെങ്കിൽ ഈ 3ാം സ്ഥാനത്തിന് യോഗ്യന് വൈശാഖാണ്. വൈശാഖ്. ഓക്കെ, നമ്മൾ വൈശാഖിനെ വിളിക്കാം. ക്യാമറ പിടിച്ച. അപ്പൊ സിദ്ദീഖിന്റെ അഭിപ്രായത്തില് ഇവന് പിന്നെ കഴിഞ്ഞ റൗണ്ടില് നല്ല നേരം പിടിച്ചിരുന്നല്ലോ പറഞ്ഞത്. അതുകൊണ്ട് സിദ്ദീഖിന് കിട്ടിയ തേർഡ് പ്രൈസ് സമ്മാനം നമ്മള് വൈശാഖിന് വേണ്ടിട്ട് കൊടുക്കും. വാങ്ങി. അപ്പൊ പിന്നെ വൈശാഖാണ് ഇതിന് തേർഡ് പ്രൈസിന് സിദ്ദീഖ് ഓനെ ഏൽപ്പിച്ചാണ്, സിദ്ദീഖ് ബാബു. ഇനി നമ്മളെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാരാണ്? വാ ആഷിഫ് അലി മാഷ് വാ. അപ്പൊ ഇതില് സെക്കൻഡ് പ്രൈസ് നേടിയ നമ്മളെ പിന്നെ എന്താ പേര്, മിഥിലാജ് നമ്മളെ റിയാസ് ബാബു ആണ്. പിന്നെ കളിയിൽ തൊടല് പരാജയം അല്ല, എല്ലാത്തിലും ജയിച്ചിരിക്കാന്ന് പറഞ്ഞു. ഇവ എന്നോട് കളിന്റെ ഇടയിൽ ഞാൻ ജയിച്ചിട്ട് ഇന്ന ഒരു റൗണ്ടിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന കുറച്ച് ഞാൻ എഴുതി വെക്കാത്ത. അപ്പൊ ചെറിയൊരു ക്യാഷ് പ്രൈസ് സമ്മാനിക്കാണ്. ഓക്കെ, മിഥിലാജിന്, റിയാസ് ബാബു. ശരി, ഇനി നമ്മളെ ഫസ്റ്റ് പ്രൈസ് നേടിയ പിന്നെ ആഷിഫ് അലി മാഷ് വാ. അപ്പൊ ഈ ഇതില് എല്ലാം നമ്മളെ ഇവിടുത്തെ ഈ ഒരുവിധം കളിയിലൊക്കെ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു മാഷാണിത്, സ്കൂൾ മാഷാട്ടോ. അപ്പം ഇവിടുത്തെ എല്ലാ കളിയിലും ഏകദേശം കളിയിലൊക്കെ മൂപ്പര് വിജയം നേടിയ ആളാണ്. അപ്പൊ പിന്നെ ഇന്നും വിജയം നേടിയിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്കുള്ള ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് പിന്നെ ഇതില് നമ്മളെ ഇന്ത്യ അയൽവാസി നമ്മളെ രാമരാട്ടനാണ് കൊടുക്കുന്നത്. ഇതാ മൂപ്പര് കൊടുത്താൽ. ഓക്കെ, ശരി, വാ മതി. അപ്പൊ ഈ ഒരു കളി ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ നമ്മളെ ANR ഗെയിമിംഗ് ചലഞ്ചർ ചാനലിൽ ഇനിയും അടിപൊളി ഗെയിമുകൾ വരും. അപ്പോൾ നിങ്ങൾ കളി കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് ഇവിടെ വരട്ടോ. നമ്മളെ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് നിങ്ങൾക്ക് കളിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കളിയോടെ വൈൻഡപ്പ് ചെയ്തോ. ഓക്കെ, എല്ലാവരോടും ഓക്കെ ബൈ. ശരി, ഇനി ബാക്കിയുള്ള അടുത്ത ഗെയിമിൽ പറയാം. ശരി.